ഹലോ ഗായ്സ്, കർക്കിടക മാസം അതുപോലെ മഴക്കാലമൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി മിക്സ് ഉണ്ടാക്കിയാലോ. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. നമ്മൾ വർഷത്തിൽ വണ്ടികളൊക്കെ സർവീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരം ഒന്ന് സർവീസ് ചെയ്യണ്ടേ. അപ്പം നമുക്ക് ഒരു വർഷത്തേക്ക് വേണ്ട ബുദ്ധിശക്തി, എനർജി എല്ലാം കിട്ടുന്ന ഒരു ഹെൽത്ത് മിക്സാണിത്. ഇത് ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ കഴിക്കാൻ പറ്റുന്ന സമീകൃത പോഷകാഹാരം കൂടിയാണ്. ഇത് മധുരം പറ്റാത്തവർക്ക് ഇതിൽ ശർക്കര ചേർക്കുന്നത് ഒഴിവാക്കിയാൽ മതി, ബാക്കിയൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു മിക്സാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പൊട്ടുകടല, നിലക്കടല, വൈറ്റ് എള്ള്, ബദാം, അണ്ടിപ്പരിപ്പ്, മുത്താറി, സൺഫ്ലവർ സീഡ്, ബ്ലാക്ക് സീഡ്, പംകിൻ സീഡ്, ഉണക്കമുന്തിരി, ഈത്തപ്പഴം, ഇതൊക്കെയാണ് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ധാന്യങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഞാൻ പറയണതും അതും വീഡിയോസും ഒരുപോലെയല്ല, എന്നാലും ചുരുക്കി പറയാം. വളരെ ദീർഘിപ്പിച്ച് ഇതെടുത്ത് ചൂടാക്കുക അതെടുത്ത് ചൂടാക്കുക അങ്ങനെയൊന്നും പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ധാന്യങ്ങളെല്ലാം ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വറുത്ത് ചൂടാറിയ ശേഷം നമ്മൾ ഓരോന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം. മിക്സിയിൽ പൊടിച്ചെടുത്ത് ഓരോന്നും ഒന്നിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ടാൽ മതി. ഒന്നിച്ച് ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യണം. പിന്നെ കാരക്ക മാത്രം ഒന്ന് ചൂടാക്കി അതിൻ്റെ ആ ഒരു ഈർപ്പം വിട്ടിട്ട് അടിച്ചെടുക്കാം. മറ്റേത് തീരെ നമുക്ക് കിട്ടില്ല മിക്സിയിൽ നിന്ന്. അപ്പോൾ ഒന്ന് ഈർപ്പം വിട്ട ശേഷം അടിച്ചെടുക്കുക. പിന്നെ ശർക്കര ചേർക്കുന്നത് മധുരം ആവശ്യമുള്ളവർ മാത്രം ഇത് ചേർത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ ലായനി ആക്കിയിട്ട് അതിലേക്ക് ചേർക്കാൻ ചെയ്യണം. അതുപോലെ ഉണക്കമുന്തിരി നമുക്കിങ്ങനെ ആ പൊടി കഴിക്കുമ്പോൾ മുന്തിരി കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഉണക്കമുന്തിരി ചേർക്കുന്നത്. ഉണക്കമുന്തിരി കഴിക്കുന്നത് നല്ലതാണല്ലോ. ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാട്ടോ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ഈ പൊടി ഉണ്ടാക്കി വെച്ചിട്ട് ദിവസങ്ങളായി, പക്ഷേ വീഡിയോ ഇടാൻ പറ്റില്ല ഓരോ സാഹചര്യം. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതും ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ NF3 മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്